നമ്മുടെ ബിഗ് ബോസ് ചേട്ടനെ ഒരു പ്രത്യേക സ്നേഹം നോറയോടും ഗബ്രിയോടും. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്യായ സ്നേഹമായി പോയി. ഇതുവരെ വീടിനുള്ളിൽ ജയിലിൽ കിടന്നവർക്ക് ആർക്കും കൊടുക്കാത്ത ഒരു അന്യായ ശിക്ഷ തന്നെയാണ് ഇവിടെ നോറയ്ക്കും ഗബ്രിക്കും കൊടുത്തിരിക്കുന്നത്. നോറയ്ക്ക് കൊടുത്തതിന് നമുക്ക് പറയാം, കഴിഞ്ഞ ദിവസം മുഴുവൻ അവിടെ ഇരുന്ന് കരച്ചിലായിരുന്നല്ലോ. കരഞ്ഞ് ബിഗ് ബോസിനെ സമാധാനിപ്പിച്ച് ബിഗ് ബോസിന് തന്നെ മതിയായിട്ടുണ്ട്. ശല്യം ഒന്ന് ഇറങ്ങിപ്പോന്ന് ബിഗ് ബോസിന് ചോദിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അതുപോലത്തെ കരച്ചിലാണല്ലോ നോറ അവിടെ കാണിക്കുന്നത്. എനിക്ക് അമ്മയെ കാണണം, വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അന്യായ കരച്ചിലുകളാണല്ലോ. എങ്കിൽ പിന്നെ ഒരു അന്യായ ശിക്ഷ തന്നെ കൊടുത്തേക്കാന്ന് ബിഗ് ബോസ് വിചാരിച്ചു എന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന് പണിയെടുക്കുന്നതെന്ന് തോന്നുന്നു ബിഗ് ബോസ് വിചാരിച്ചത്. പിന്നെ ഗബ്രിക്ക് കൊടുത്ത പണി, ആഹാ നീ മോനെ എല്ലാ ദിവസവും രാത്രി നീ ഉറങ്ങാണ്ടിരുന്നിട്ട് വല്ലാണ്ട് സൊള്ളുന്നതല്ലേ. ഉറക്കല്ലെങ്കിലും മോനെ പ്രശ്നമില്ലല്ലോ. എങ്കിൽ പിന്നെ മോൻ ഇന്ന് രാത്രി ഉറങ്ങാണ്ടിരുന്നൊന്ന് പൊടിച്ചതാ എന്നാണ് അവിടെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അരി പൊടിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. അതും വെള്ളം കൊണ്ട് അരയ്ക്കാനൊന്നുമല്ല, പൊടിച്ചെടുക്കണം കല്ലിലിട്ടിട്ട്. ഒരു തരത്തിലും അരച്ചിട്ട് അവിടെ പൊടിയാണ്ട് അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഗബ്രിയും നോറയും ജയിലിൽ. എന്തായാലും രണ്ടുപേർക്കും 8ന്റെ പണി കൊടുക്കാന്ന് പറയില്ലേ, അതുപോലെ ഒരു 8ന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് നല്ല കലിപ്പിലാന്ന് തോന്നുന്നു രണ്ടുപേരുടെ അടുത്തും. എന്തായാലും എനിക്ക് തോന്നുന്നു നോറയെക്കാളും കലിപ്പ് അതെന്തായാലും ഗബ്രിയോടായിരിക്കും. പാതിരാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് സൊള്ളുന്നതല്ലേ, പഞ്ചാരടിക്കുന്നതല്ലേ. എങ്കിൽ മോൻ ഈ ഉറങ്ങാണ്ടിരുന്ന ഒരു ദിവസം നന്നായിട്ടൊന്ന് പണിയെടുക്കുന്നു വിചാരിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ആഴ്ച എന്താണായിരിക്കും അപ്പോൾ അവർക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളത് കൊടുക്കാത്തതെന്ന്. അത് മറ്റൊന്നല്ല കേട്ടോ, രണ്ടുപേര് തമ്മിലുള്ള പഞ്ചാരടികൾ അവർക്ക് ക്യാമറയിൽ പകർത്തിക്കൊണ്ട് അവർക്ക് വീഡിയോ കൂടുതൽ എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള സൂത്രപ്പണിയായിരുന്നു. ഇത്തവണ നോറയും ഗബ്രിയും ആയതുകൊണ്ട് രണ്ടുപേരും അത്ര ചേരില്ല എന്നറിയാം. അപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും ഇരുന്ന് പണിയെടുക്കട്ടെ എന്ന് ബിഗ് ബോസ് അങ്ങ് തീരുമാനിച്ചു. ബിഗ് ബോസിൻ്റെ ഒരു പ്ലാനുകളെ